وبركاته. بسم الله والحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله. اللهم صل وسلم على رسولك وحبيبك سيدنا ومولانا محمد وعلى آله وأصحابه الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى الأليم به سوى محبتك العظمى وإيماني. فكن ماني من شر الحياة ومن شر الممات ومن إحراق جسماني. വേദിയിലുള്ള ആദരണീയരായ സഭാധ്യക്ഷൻ, നമ്മുടെ ഈ ഉള്ളാല പ്രദേശത്തിൻ്റെ അജയ്യനായ നേതാവും ദർഗയുടെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ഹനീഫ് ഹാജി അവർകൾ, അതുപോലെ നമുക്ക് ദുആ നടത്തി തന്ന പ്രശസ്ത സൂഫി വര്യനും പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട പെർന ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ബാസ് സൈദി ഉസ്താദ് അവർകൾ, ഈ ജമാഅത്തിന്റെ അജയ്യനായ ജനറൽ സെക്രട്ടറി ബഹുമാന്യരായ ഷിഹാബുദ്ദീൻ സഖാഫി ഉസ്താദ്, അതുപോലെ ഇവിടുത്തെ ഇമാമും മുദർരിസുമായ ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുൽ മജീദ് ഫാദിലി ഉസ്താദ് തുടങ്ങിയുള്ള ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, മുഅല്ലിമീങ്ങൾ, ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ചു കൂടിയ സഹോദര സഹോദരിമാർ, അസയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങൾ അവർക്കുള്ള പേരിൽ നടക്കടെ ഉറൂസ് പരിപാടിയുടെ 12ാമത്തെ നാളായിട്ട് കിടയുണ്ട്. ഇണ്ട് ഞങ്ങളെല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വാത് കേൾക്കോ വന്നത് ബഹുമാനപ്പെട്ട പ്രഭാഷണ ലോകത്ത് വലിയ ക്രാന്തി സൃഷ്ടിച്ചതായ ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് കൊളത്തൂർ മഹാനവറുകളുടെ സാരവത്തായ അർത്ഥവത്തായ ഗംഭീരമായ പ്രസംഗം പ്രഭാഷണ കേൾക്കു വേണ്ടിയിട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തുകൊണ്ടുള്ളത്.
മഹാനവർക്ക് കൂടെ എത്തുകയും അതുപോലെ നല്ല നിലക്കുള്ള ഉപദേശം നമുക്ക് തറകും. അത് കേട്ടിട്ട് ജീവിതത്തിൽ പകർത്തുകയും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്ത് ഖിദ്മത്താക്കുകയും ഉസ്താദ് അവർക്കും ഞങ്ങൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉസ്താദ് ഇപ്പം ഏതാനും നിമിഷം കൊണ്ട് ഞങ്ങളെ വേദിക്ക് വന്നെത്തുകയും അതിക്ക് മുതലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അതായത് സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ഉറൂസ് പരിപാടിയുടെ പ്രഭാഷണ മജ്ലിസിലായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി. ഇത് ഉള്ളാലത്ത് സയ്യിദ് മദനി തങ്ങളെ ഹദ്റത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തും മഹാന്മാരെ മക്ബറകൾ വിശിഷ്ടമായി മുസ്ലിമീങ്ങൾ വലിയ പാവിത്രത്തോടു കൂടിയായിട്ട് കണ്ടുകൊണ്ടുള്ളത്. ആ ദർഗകളെ കൂട്ടത്തിൽ ഏറ്റവും ആദരയോഗ്യമായ ഒരു ദർഗായിട്ട് ഞങ്ങളെ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളെ ഈ ദർഗ ചെല്ലതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് ദർഗകൾ, ഒരുപാട് മക്കാമുകൾ, ഒരുപാട് മഹാന്മാരെ സിയാറത്ത് കേന്ദ്രങ്ങൾ ഞങ്ങളെ ഇന്ത്യത്തെ പുറത്തും ഇസ്ലാമിക് രാഷ്ട്രങ്ങളിലും നമുക്ക് കാണുക സാധ്യമാവും. ആ എല്ലാ ദർഗകളെ കൂട്ടത്തിൽ ഒരു മാതൃയോഗ്യമായ ഒരു ദർഗായിട്ട് ഞങ്ങളെ ഈ മദനി തങ്ങളെ ദർഗ ചെല്ലതിൽ യാതൊരു സംശയമില്ല. കാരണം കർണാടകത്തെ നോർത്ത് ഭാഗത്ത് ഞങ്ങൾ പോയെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത് ഞങ്ങൾ പോയെങ്കിൽ, വേറെ വേറെ സ്റ്റേറ്റിക്ക് പോയെങ്കിൽ, എവിടെയെല്ലാം മുസ്ലിമീങ്ങളുള്ളാർ അവിടെയെല്ലാം മഹാന്മാരെ മക്ബറകൾ, മഹാന്മാരെ മക്കാമുകൾ, സിയാറത്ത് കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ സാധ്യം. പക്ഷേ അവിടെയെല്ലാം കണ്ടുപണ്ടങ്ങത്തെ ചില അനാചാരങ്ങൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ ആശയത്തിന് വിരുദ്ധമായ കാര്യ ചട്ടുവട്ടികകൾ അവിടെ നടക്കിടെ കാണുമ്പോഴത്തേക്കും വലിയ ബേജാറും ദുഃഖവുമാവുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വ്യവസ്ഥാപിതമായിട്ട് ഈ ദർഗ, ഈ ഉള്ളാല സയ്യിദ് മദനി ദർഗ ചെല്ലത് എല്ലാ സമയത്തും ഉറൂസിന്റെ ടൈമിൽ മാത്രമല്ല, എല്ലാ നാളും 24 ഗಂಟೆയും എല്ലാ സന്ദർഭങ്ങളിലും കൂടെ സിയാറത്ത് നടന്നുകൊണ്ടുണ്ട്. കണക്കാക്കി നോക്കിയെങ്കിൽ ഉറൂസിനപ്പ മാത്രമല്ല, ഉറൂസപ്പ വിശേഷ, ഉറൂസ് അല്ലാത്ത നാളുകളിൽ ഒരു നാളിൽ ഈ ദർഗത്തെ ഈ മഖാമിന്റെ പരിസരത്ത് എത്ര ഖുർആന് പാരായണം നടക്കും, എത്ര യാസീൻ സൂറത്ത് ഓതുവാർ, എത്ര ദിക്ർ ചൊല്ലുവാർ, എത്ര ദ്വാരക്കുവാർ, എത്ര ഇബാദത്ത് ഈ ദർഗയുടെ പരിസരത്ത് നടക്കുകയുണ്ട്. ആ നടക്കുമ്പോഴെല്ലാം ഏകാഗ്രതയോട് കൂടി ഏത് ദർഗത്ത് പോയെങ്കിലും ഏകാഗ്രതയിൽ ദ്വാരക്കോ സാധ്യമില്ല. നാളെ നോർത്ത് ഭാഗത്തല്ല പോയെങ്കിൽ, കാരണം അവിടെയുള്ള പരിസരം അത്രയും മലിനമായിട്ടിരിക്കും. അതിക്കല്ല വ്യത്യസ്തമായിട്ട് ഞങ്ങളെ ഉള്ളാലത്തെ സയ്യിദ് മദനി തങ്ങളെ ദർഗ ഏത് ടൈമിൽ വന്നെങ്കിലും ഒരു പെണ്ണിങ്ങും പരസ്പര കൂടിക്കലറില്ലാത്ത രൂപത്തിൽ സിയാറത്തിന്റെ എല്ലാ സിസ്റ്റമുകളും, എല്ലാ അച്ചടകങ്ങളും, എല്ലാ മര്യാദകളും പാലനാക്കിയിട്ട് ഏകാഗ്രതയോട് കൂടിയിട്ട് ഖുശൂവോടുകൂടി ഭയഭക്തിയോടുകൂടി അവിടെ നിന്നിട്ട് സിയാറത്താക്കുള്ള ഒരു അവകാശം കിട്ടുക ചെല്ലത് എല്ലാവർക്കും കൊണ്ടുള്ള വിഷയമായിട്ട്. ബാക്കി നോർത്ത് പോയെങ്കിൽ ചിലപ്പോൾ ദ്വാരെന്നെങ്കിൽ ആ ദുവത്തിന് നമുക്ക് മനസ്സ് സമാധാനിക്കല. അതേ സമയത്ത് ഉള്ളാലത്ത് ദർഗത്ത് വന്നു പോയെങ്കിൽ മനസ്സ് എന്തെന്നില്ലാത്ത വല്ലാത്ത ഒരു റാത്ത്, വല്ലാത്ത ഒരു സന്തോഷ. അതുകൊണ്ട് ഏത് ദർഗയായാലും അവിടെ മഹാന്മാർ കിടക്കിടങ്ങ അങ്ങ് വലിയ മഹാന്മാരായിട്ടിരിക്കരുത്. അങ്ങനെ ജീവിതമേ പരിശുദ്ധമായ ഇസ്ലാമുകനായിട്ട് മുടിപ്പാകിട്ടിട്ട് ജീവിച്ച മഹാന്മാരായിട്ടിരിക്കും. ഈ ഇന്ത്യത്തില് മഹാന്മാരെ ദർഗകൾ, മഹാന്മാർക്കുള്ള മക്ബറകൾ, മഹാന്മാർക്കുള്ള സിയാറത്ത് കേന്ദ്രങ്ങൾ ഇത്ര വലിയ ബഹുമാനത്തോടു കൂടി ആദരവോടു കൂടി കാണുള്ള കാരണം എന്തിനായിട്ട് ചെന്നെങ്കിൽ
ഊടെ ഇന്ത്യത്തില് 30 കോടിയോ അല്ല അതിൽ യാറമാ അതിൽ കൊറോടിയാ മുസ്ലിമീങ്ങ ഉണ്ടോണ്ട് ചെല്ലായിട്ട് സാമാന്യ കണക്ക്. ആ മുസ്ലിമീങ്ങൾ ഇന്ന് ഇന്ത്യത്തിലും 30 കോടി മുസ്ലിമീങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ ആ മുസ്ലിമീങ്ങളെ ഹിദായത്തിൽ ഞങ്ങളെ ഈമാനില് ഞങ്ങളെ തൗഹീദില് ഏറ്റവും വലിയ പാത്രധാരിക ഈ ഔലിയാക്കളായിട്ടിരിക്കുന്നത്. കാരണം എന്തേ? ഇസ്ലാമിന്റെ സന്ദേശവുമായി ഫസ്റ്റ് ആദ്യമായിട്ട് ഈ ഇന്ത്യക്ക് വന്ന മാലിക് ദിനാറും സംഘടികരുമാണ്. അങ്ങ് ഈ മലബാർ പ്രദേശത്ത് ഒരുപാട് ക്രാന്തിക്ക് ഉദ്ഘാടനാക്കിയായിട്ടിക്കരുത്, അങ്ങനെ പ്രഭ ചൊരിഞ്ഞായിട്ടിക്കരുത്, അങ്ങനെ ആ ഹിദായത്തിന്റെ അങ്ങനെ പ്രബോധന രംഗത്തിന്റെ പ്രവർത്തനം കൊണ്ടായിട്ടിക്കരുത്. അണ്ടൂടാറ് മുസ്ലിമിങ്ങല്ല 1400 വർഷത്തിന് മുന്നോളൂ ഇന്ത്യക്ക് വന്ന് ആദ്യമായിട്ട് വന്നത് മാലിക് ദിനാറും കൂട്ടറുമായിട്ടിക്കരുത്. ആ മാലിക് ദിനാറും കൂട്ടറും ഈ ഇന്ത്യക്ക് വരുമ്പോഴത്തൂ ഊടങ്ങളെ സ്വാഗതാക്കുക, ഊടങ്ങളെ ആദരിക്കുക, ഊടങ്ങളെ സത്കാരാക്കുക, ഊടങ്ങൾക്ക് ചോറ് കൊടുക്കുക, അങ്ങനെ ബഹുമാനിക്കുക, അങ്ങ് സ്വാഗതാക്കുക. മുസ്ലിമും ഈ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടില്ല. ഞങ്ങളെ ഉപ്പാപ്പമാർ, ഞങ്ങളെ പിതാക്കന്മാർ, ഞങ്ങളെ ബോബമാർ എണ്ണിട്ട് പോയെങ്കിലേ അവസാനം കിട്ടോ ഏതോ ഒരു അമുസ്ലിമുടെ പേരായിട്ടിരിക്കും. ആ നിലയ്ക്ക് ഇസ്ലാമിന്റെ ഗന്ധകാളിയും ഇല്ലാത്ത സമയത്ത് മദീനയിൽ നിന്നോ മക്കയിൽ നിന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തുൽ കിറാം എല്ലാ പ്രയാസങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചിട്ട് ആ പായക്കപ്പലിൽ യാത്ര ചെയ്തിട്ട് ഈ ഇന്ത്യ രാജ്യത്തിൽ വന്നിട്ട് കേരളത്തോ തൃശ്ശൂർ ജില്ലയുടെ കൊടുങ്ങല്ലൂർ ചില പ്രദേശത്തിൽ വന്നിരിഞ്ഞാർ. ആ ഇലിഞ്ഞ മഹാന്മാർ ഇന്ത്യയുടെ പല ഭാഗത്തും സഞ്ചരിച്ചിട്ട് കൂടെ എല്ലാ നിലക്കുള്ള പള്ളി ഉണ്ടാക്കുകയും ഇസ്ലാമിക പ്രബോധനം നടത്തുകയുള്ള തുടക്കം കുറിച്ചത് അങ്ങായിട്ടിരിക്കുന്നു. 1400 വർഷത്തിന് മുതലായിട്ടിരിക്കുന്നു. എന്നാൽ അതിൽ പിന്നെയും ഒരുപാട് മഹാന്മാർ ഉത്തര ഭാരതത്തും ഉത്തര കർണാടകത്തും ഞങ്ങളെ മലബാറും ഒരുപാട് മഹാന്മാരും സാദാത്യങ്ങളും ഔലിയാക്കളും ഇസ്ലാമിന്റെ പ്രബോധന രംഗവുമായിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. അതിൽപ്പെട്ട ഒരു വലിയ മഹാനായിട്ട് മദീനയിൽ നിന്ന് വന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ നിലക്ക് ദർഗകളെ കൊണ്ട് ആ മഹാന്മാരെ ഇന്ത്യവും ഞങ്ങൾ ബഹുമാനിച്ചിട്ടുള്ളത്, ആദരിച്ചിട്ടുള്ളത് ഞങ്ങളെ ഹിദായത്ത്. അങ്ങെങ്കാലും ഈ ഇന്ത്യക്ക് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഇന്ത്യയിൽ ഒരേ ഒരു മുസ്ലിം ഉണ്ടാവുക സാധ്യമില്ല. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിനദ് ദുനിയാ വമാ ഫീഹാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിടെ ഇസ്ലാമിക സന്ദേശവുമായിട്ട് യമനുക്ക് വേണ്ടി കടത്തുമ്പോ നബി തങ്ങൾ ചൊല്ലുന്നു, മുആദേ നീ ആ യമന് ചെല്ല റായത്തേക്ക് പോയിട്ട് ഇസ്ലാമിക്ക് പ്രബോധനാക്കുമ്പോ നിന്റെ പ്രബോധനം കൊണ്ട് നിന്റെ ദീനീ പ്രവർത്തനം കൊണ്ട് ഒരു പുരുഷ ഒരാള് നല്ലായി കിട്ടിയെങ്കിൽ ഹിദായത്ത് സിദ്ധിച്ചെങ്കിൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ദുനിയാവ് മാത്രമല്ല ദുനിയാവിലുള്ള സകലതും നിക്ക് കിട്ടുന്നതിനെ കാട്ടി ഏറ്റവും ഹൈറ് നിന്റെ പ്രവർത്തനം കൊണ്ട് ഒരാള് നന്നായി കിട്ടലാ. ഈ പലക്ക കേട്ടപ്പായിട്ടിക്കര് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹും മുആദ് റളിയല്ലാഹു അൻഹുടെ ഉമ്മയും ആ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശവുമായിട്ട് യമനുക്ക് പോകുവാനായിട്ട് തയ്യാറാവിടെ. ആ മുആദ് റളിയല്ലാഹു അൻഹുടെ ഉമ്മ യാത്രയൊക്കെ റെഡിയാവുടു. ഇത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാന്നിധ്യത്തിൽ നിന്ന് നന്റെ മോണോ വിട്ടുപോകു തീറ ചെല്ലകത്തെ ഏക ഉദ്ദേശത്തോടു കൂടി ഉമ്മ മുആദ് റളിയല്ലാഹു അൻഹുക്ക് സമ്മതം കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, നീ പോയിട്ട് നിന്റെ പ്രബോധനം കൊണ്ട് ഒരു മനുഷ്യ, ഒരു കിടാവ്, ഒരു പുരുഷ നല്ലായി കിട്ടിയെങ്കിൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ദുനിയാവ് മാത്രമല്ല ദുനിയാവും സകലവും നിക്ക് കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും ഖൈറ് കണ്ടു ചെന്നപ്പ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു
ഇണ്ട് യമനുക്ക് പോയിട്ട് അവിടെ ദീനി പ്രബോധനാക്കുക തയ്യാറായിട്ട്. ഇതുപോലെ എത്രയോ മഹാന്മാർ ഞങ്ങളെ ഇന്ത്യ അടക്കമുള്ള വേറെ വേറെ ലോകത്തെ വേറെ വേറെ രാഷ്ട്രങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശവുമായിട്ട് പോയിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാം പ്രസരിക്കുകയോ ഇസ്ലാം പ്രചാരമാവുകയോ ഇസ്ലാമിന്റെ സന്ദേശത്തോ കാരണമായിട്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് സ്വഹാബത്തിൽ നിന്ന് മദീനയിൽ ജന്നത്തുൽ ബഖീൽ ഏതാനും ചില്ലറ ആയിരക്കണക്കായ സ്വഹാബത്തിലെ ഖബർ മാത്രമായിട്ട് ഞങ്ങൾക്ക് കാണുക സാധ്യവിടെ. ചില്ലറ സ്വഹാബത്ത് മാത്രം മദീനയിൽ ജീവിച്ചാറ്. ബാക്കിയുള്ള എല്ലാ സ്വഹാബത്തും ലോകത്തിന്റെ നാനാഭാഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹജ്ജത്തുൽ വദായിൽ വെച്ചിട്ട് തന്റെ സ്വഹാബത്തിനെ വിളിച്ചിട്ട് ചൊന്തു, സ്വഹാബത്തെ ഹജ്ജത്തുൽ വദായിൽ വെച്ചിട്ട് അറഫ മലയില് ജബലുർ റഹ്മത്തിൽ വെച്ചിട്ട് തന്റെ വിദായ ഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നാക്കിയിട്ട് ആ വിദായ ഭാഷണത്തിൽ എല്ലാ വിഷയം വിവരണാക്കിയിട്ട് അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിലോട്ട് കേർത്ത്, അല്ലയോ സ്വഹാബ, അലാ ഹൽ ബല്ലഗതു അലാ ഹൽ ബല്ലഗതു, ഓ സ്വഹാബത്തുൽ കിറാമേ, അല്ലാഹു നമ്മെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഈ ഇസ്ലാം പരിശുദ്ധമായ ഇസ്ലാമുടെ ഈ കലിമത്തു തൗഹീദിനെ പൂർത്തീകരണാക്കുവാനായിട്ട് എല്ലാ വിഷയവും എല്ലാ സന്ദേശവും ഇസ്ലാമിന്റെ സമ്പൂർണ്ണ സന്ദേശ നിങ്ങൾക്ക് എത്തുപാട്ടുവാനായിട്ടായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ നിയോഗിച്ചത്. ആ നിയോഗിച്ചത് പ്രകാരം 23-40 വർഷത്തിൽ നിന്ന് 63 വർഷത്തോളം 23 വർഷത്തില് എല്ലാ പ്രയാസങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ കിറുക്കുലങ്ങളും സഹിച്ചിട്ട് അലാഹൽ ബല്ലഗതു, ഞാൻ എനിക്ക് എത്തുവാട്ടി തന്നില്ലേ ഇസ്ലാമിന്റെ സന്ദേശം പരിപൂർണമായ നിലക്ക്, ഞാൻ എനിക്ക് എത്തുവാട്ടി തന്നില്ലേ എന്ന് കേൾക്കുമ്പോ ബലാ യാ റസൂലല്ലാഹ്, ലക്ഷക്കണക്കായ അവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരും ചെന്നാറ് ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ, തങ്ങൾ ഒരു അണുവിന്റെ കടുവോളം ബാക്കി വെക്കാൻ എല്ലാ വിഷയവും നമുക്ക് നിങ്ങൾ എത്തുവാടി തന്നറാറ് ബലാ യാ റസൂലല്ലാഹ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ രണ്ട് കൈയും ആകാശത്തിന്റെ ഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ട് ചെന്നു, അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ് അല്ലാഹ്, നീ സാക്ഷിയാണ് അല്ലാഹ്, നീ സാക്ഷിയാണ് അല്ലാഹ്. എന്റെ സ്വഹാബത്തതാ എല്ലാരും ഏകാഭിപ്രായത്തിൽ കണ്ട് അംഗീകരിച്ചോണ്ടുള്ളാറ്, എല്ലാ സ്വഭാവത്തും ചൊന്നോണ്ടുള്ളാറ്, നീ നണ്ട ഏൽപ്പിച്ച ജവാബ്ദാരി ഉത്തരവാദിത്വം ഒരണവും ബാക്കിയാക്കാണ്ട് എല്ലാ വിഷയവും നാണക്ക് പടിപാട്ടി കൊടുത്തിടാ. ആ കൊടുത്തിടാ ചെല്ലേക്ക് ഇതാ ഈ മൈതാനിലുള്ള എല്ലാവരും ഏകകണ്ഠമായിട്ട് സാക്ഷിയായിട്ടുള്ള, അതുകൊണ്ട് അല്ലാഹുവേ അല്ലാഹുമ്മ അശ്ഹദ്, നീ സാക്ഷിയാണ് അല്ലാഹ്, നീ സാക്ഷിയാണ് അല്ലാഹ്, നീ സാക്ഷിയാണ് അല്ലാഹ്. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് വിളിച്ചു ചോദിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു, നന്റെ ജവാബ്ദാരി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഇത് നന്റെ അവസാനത്തെ ഹജ്ജായിരിക്കൂ. 3ാമത്തെ വർഷം ഒരു പക്ഷേ ഈ ഭൂമിയിൽ നാണിക്കൂ സാധ്യതയില്ല. പണ്ട വർഷ നിങ്ങൾ നന്റെ കാണാട്ട ആവും സാധ്യത ഉണ്ടു, ഞാൻ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകും സാധ്യത ഉണ്ടു. അതുകൊണ്ട് ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഈ ജവാബ്ദാരി ഈ ഇസ്ലാം ദീൻ, ഈ ഇസ്ലാം ദീന്റെ പ്രചാര, ഈ മാനവ സമൂഹത്തിന് ഇസ്ലാം ദീന്റെ പ്രചാരത്തെ സന്ദേശത്തെ എത്തുവാട്ടി കൊടുക്കുന്ന ജവാബ്ദാരി ഞാൻ നിങ്ങളെ മേൽ ലഭിച്ചിട്ടില്ല, നിങ്ങളെ മേൽ നാ തന്നിട്ടില്ല. അതുകൊണ്ട് രണ്ട് ക്ലാസ്സുകൾ വന്നങ്ങ, നന്നിൽ ഹദീസ് പഠിച്ചങ്ങ, നന്നിൽ ഖുർആൻ പഠിച്ചങ്ങ, നന്നിൽ ദീന് പഠിച്ചങ്ങ, നിങ്ങൾ എല്ലാവരും ഈ ദീന്റെ സന്ദേശത്തെ ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്,
ನಂಡೆ ಕ್ಲಾಸ್ಗೆ ಬರಗು ಆವಾತಂಗ ನಂಡೆ ಸಂದೇಶ ಕಿಟ್ಟಾತಂಗ ನಂಡೆ ಪള്ളിയിൽ വന്നിട്ട് ನಂಡೆ ഹദീസ് കേൾക്കാത്തങ്ങ ನಂಡೆ ഖുർആൻ കേൾക്കാത്ത ആളുമാർ ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട്. ആ ആളുമാർക്ക് ഞാൻ പഠിപ്പാട്ടിയ ഇസ്ലാമിന്റെ തത്വങ്ങൾ, ഇസ്ലാമിന്റെ ശിഷ്ടാചാരങ്ങൾ, ഇസ്ലാമിന്റെ സന്ദേശ അങ്ങ എല്ലാവർക്കും എത്തുപാട്ടി കൊടുക്കണമെന്ന ജവാബ്ദാരി ഞാൻ നിങ്ങളെ മേൽ തന്നിട്ടില്ല സ്വഹാബ. ആ സമയത്ത് ആ സ്വഹാബത്തത അതിനെ ഏറ്റുവാങ്ങി അതിനെ ഏറ്റെടുത്താറങ്ങ. ആ ഏറ്റെടുത്ത സ്വഹാബിമാരായിട്ട് ഞങ്ങളെ ഇന്ത്യക്ക് വന്ന സ്വഹാബിമാര്, അതുപോലെ ലോകത്തിന്റെ നാനാ ഭാഗത്തും എത്തിയങ്ങനത്തെ സ്വഹാബിമാര് മഹാന്മാരായ ഔലിയാക്കിറാമുകളായിട്ട് അങ്ങ് അവിടെ ഇന്ത്യത്തിൽ വന്നിട്ട് ഇന്ത്യത്തെ നാനാ ഭാഗത്തും മറപ്പെട്ട് കിടക്കിടാറ്. അങ്ങനെ ആ മക്ബറകൾ, അങ്ങനെ മക്കാമുകൾ, അങ്ങനെ ദർഗകൾ വലിയ ആദരവോടുകൂടിയായിട്ട് മുസ്ലിമീങ്ങൾ കണ്ടത്. അതിനെ ഇല്ലാണ്ടാക്കുമോ? അള്ളാഹുവിന്റെ പ്രകാശത്തെ കെടുത്തകോ. ഇവിടെ ആര് വന്നെങ്കിലും, ഏത് യുക്തിവാദി വന്നെങ്കിലും, ഏത് നിരീശ്വരവാദി വന്നെങ്കിലും, ഏത് നവീനവാദി വന്നെങ്കിലും, ഏത് മുജാഹിദ്, സലഫി, തബ്ലീഗ് ആര് വന്നെങ്കിലും ഈ മുസ്ലിം സമുദായത്തെ മനസ്സിൽ നിന്ന് ഔലിയാക്കളോടുള്ള മഹബത്തിനെ ഒരിക്കലും ഊറുക സാധ്യമേ അല്ല. എന്തുകൊണ്ട്? ഞങ്ങളെ ഈമാന്റെയും അള്ളാഹുടെയും ഇടയിലുള്ള മധ്യവർത്തികൾ ആ ഔലിയാക്കന്മാരായിട്ട് ആ ഔലിയാക്കന്മാരുടെ ഇന്ത്യക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈമാൻ കിട്ടുകയേ സാധ്യമല്ല. അതുകൊണ്ടായിട്ട് സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി അടക്കമുള്ള മഖാമുകളെ, ദർഗകളെ എല്ലാ സമയത്തും വലിയ ബഹുമാനത്തോടു കൂടിയിട്ട് വലിയ ആദരവോടു കൂടി ഞങ്ങൾ കണ്ടുകൊണ്ടുള്ളത് മാത്രമല്ല, ഇന്ത്യത്തെ എല്ലാ 99% ആളുമാറും മുസ്ലിമീങ്ങളും ആ വലിയ ബന്ധത്തോടു കൂടി ജീവിക്കുന്നവരാണ്. ചെറിയ ഒരു ശതമാനം അതിക്ക് വിരുദ്ധമായിട്ട്, അതിക്ക് സവാലായിട്ട്, അതിനെ ഇല്ലാണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞ 100 വർഷത്തിൽ പിന്നെ ഞങ്ങളെ കൂടെ ഇന്ത്യത്തിൽ മലബാറിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ. പക്ഷേ ഞങ്ങളെ 100 വർഷത്തെ പ്രവർത്തനം കൊണ്ട് മുസ്ലിമീങ്ങളെ മനസ്സിൽ നിന്ന് ആ ഔലിയാക്കളോടുള്ള ബന്ധം, അമ്പിയാക്കളോടുള്ള ബന്ധം, മഹാന്മാരുമായിട്ടുള്ള ആത്മീയമായ ബന്ധത്തെ ഇല്ലാണ്ടാക്കുക ഒരിക്കലും സാധ്യമായിട്ടില്ല, സാധ്യാവുന്നതും അല്ല. لا تزال طائفة من أمتي ظاهرين على الحق لا يضرهم من خالفهم ولا من خذلهم. ആരങ്ങളെ കൈവിട്ടെങ്കിലും ആരങ്ങളെ എതിർത്തെങ്കിലും ഒരു ഹക്കായ വിഭാഗം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനായിട്ട് ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്തുണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇത് ഇല്ലാണ്ടാക്കും ആരെ സാധ്യം. വേറെ വേറെ നിലക്ക് വർണ്ണനാക്കിയിട്ട് വകർണ സേർവാട്ടിട്ട് ഉറൂസുടെ, സിയാറത്തിടെ, അതുപോലെ മൗലൂദിടെ, റാത്തീബുടെ, ദിക്റിന്റെ മജ്ലിസിടെ എന്തെല്ലാം വികൃതമാക്കിയിട്ട് വീഡിയോ ആക്കിയിട്ട് മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക പ്രയത്നാക്കിയെങ്കിലും ഒരിക്കലും അത് സാധ്യമല്ല. ചിലർക്ക് കൂടെ നടക്കുന്ന ഉറൂസു, അതുപോലെ ഔലിയാക്കന്മാരായ മക്കാമുകളിൽ, മഹാന്മാർക്കുള്ള ദർഗകളിൽ നടക്കുന്ന ഇതുപോലെയുള്ള വലിയ മഹത്കാര്യങ്ങൾ അങ്ങ് ഹയാത്തുള്ളാറ് ചെല്ലേക്ക് ഇതിനെക്കാട്ടി വലിയ സാക്ഷി എന്ന് വേണം. മഹാനായ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങളിൽ നിന്ന് വഫാത്തായി പോയില്ലെങ്കിലും അങ്ങ് ഹയാത്തുള്ളാറ്, അങ്ങ് ജീവന്തമായിട്ടുള്ളാറ്, കറാമത്തുണ്ടോ. അള്ളാഹു അങ്ങ് വലിയ കറാമത്തിന് പവർ കൊടുത്ത ചെല്ലേക്ക് ഈ ഉള്ളാലത്തെ ഈ ദർഗമേ സാക്ഷിയല്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്തെല്ലാം നടക്കരുത്. ഞാൻ പാടിച്ചെന്ന പോലെ ഒരു ഖുർആനോത്ത് അള്ളാഹുവിന്റെ ഖൈറായ കലാം, ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും ഖൈറായ
ഹബീബായ കലാമായ ഖുർആൻ ഒരു നാലുക ഈ ദർഗത്തെ വട്ടാരത്തിൽ വെച്ചിട്ട് എത്ര ആളുമാറ് അതിൽ എത്ര ആലിമീങ്ങളുള്ളാറ് എത്ര സാദാത്യങ്ങളുള്ളാറ് എത്ര മഹാന്മാരായ ഔലിയാക്കളുള്ളാറ് അങ്ങ് എല്ലാവരും വന്നിട്ട് ദ്വാരക്ക ഈ മഹാന്മാരെ ഹദ്റത്തിൽ ദ്വാരക്കുമ്പോ അതിനെക്കാട്ടി വലിയൊരു ഭാഗ്യ ഈ റായത്തുകല്ല ഈ ഞങ്ങളെ കർണാടകത്തിൽ മാത്രമല്ല ഞങ്ങളെ എല്ലാ മുസ്ലിമീങ്ങും അതിന് ബറക്കത്ത് കിട്ടൂ ചെല്ലൽ യാതൊരു സംശയമില്ല. അത് മാത്രമാ കേവലം സിയാറത്ത് മാത്രമാ ഈ ദർഗത്തെ വട്ടാറ് നോക്കലൂടെ എന്തെല്ലാം നടക്കുന്നു, എന്തെല്ലാം ദീനീ പ്രവർത്തനങ്ങളാണ്. അറബിക് കോളേജ്, ദഅ്വാ കോളേജ്, ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, വിമൻസ് ശരീഅത്ത് കോളേജ്, അതുപോലെ സ്കൂളുകൾ, രണ്ട് വിദ്യാഭ്യാസവും ഞങ്ങളുടെ സമുദായത്തിന് ഉപകാരപ്രദമായ രണ്ട് വിദ്യാഭ്യാസവും നൽകണത്തെ നല്ല വ്യവസ്ഥാപിതമായ വിദ്യാ കേന്ദ്രങ്ങൾ. ആരെല്ലാം ഇവിടെ ദർശനം നടത്തിയാറ്, ആരെല്ലാം ഇവിടെ ദീനീ പ്രബോധനം നടത്തിയാറ്, വലിയ വലിയ മഹാന്മാരായ ആലിമീങ്ങൾ സാദാത്യങ്ങൾ ദീർഘമായ കാലത്തില് ഈ ഉള്ളാലത്തിൽ വെച്ചിട്ട് ദീന്റെ പ്രകാശം, ദീനിന്റെ സന്ദേശം എത്തുവാട്ടി കൊടുത്തിട്ടു. ഇണ്ട് ഞങ്ങളെ ദക്ഷിണ കന്നഡ ജില്ല മാത്രല്ല, ഉടുപ്പിയല്ല, ഈ ഭാഗത്ത് ഈ നിലക്കുള്ള ഇസ്ലാമിക പ്രബോധനം, ഇസ്ലാമിന്റെ ആ ചൈതന്യം കണ്ടുമുട്ടുക നമുക്ക് സാധ്യമാവുന്നത് അതുകൊണ്ടായിട്ട് ഇത് കറക്റ്റ് അർത്ഥാവണ. ഇതുപോലെയുള്ള മഹാന്റെ മക്ബറ നോർത്ത് ഭാഗത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ ഇതുപോലെയുള്ള പ്രവർത്തനം ഈ മഹാന്മാർക്കുള്ള സന്നിധാനത്തിൽ വെച്ചിട്ട് അങ്ങനെ ജീവന്തമായിട്ട് അങ്ങനെ ജീവന്തത്തെ ഏതുപോലെ സദുപയോഗമാക്കാച്ചങ്ങനത്തെ പ്രവർത്തകർ ആ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ട് കൂടെ നമുക്ക് കണ്ടുപണ്ട് എത്ര ആലിമീങ്ങളുടെ മദനികളായിട്ട് ദർശനം നടത്തുന്ന എത്ര വലിയ ആലിമീങ്ങളുടെ ഫാരിദായിട്ട് പോയാണ്. മഹാനായ സയ്യിദുനാ വ മുർഷിദുനാ അസ്സയ്യിദ് താജുൽ ഉലമാ അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം ദീർഘമായ 60 വർഷം, ദീർഘമായ ഒരു 60 വർഷം എങ്ങനെ ജീവിച്ചത്? ഒരു ടൈമും അനാവശ്യത്തിൽ ചെലവാക്കാൻ എല്ലാം ഇബാദത്തിലായിട്ടും ദർസിലായിട്ടും ഖുർആനോത്തിലായിട്ടും എല്ലാ നിലക്ക് സുന്നത്തുകളും റവാത്തിബുകളും എല്ലാ ഇബാദത്തുകളും പാലിച്ചിട്ട് ഒരു മാതൃയോഗ്യമായ ജീവിതമായിട്ട് 60 വർഷ മഹാനായ താജുൽ ഉലമ ഈ മണ്ണില് ഞങ്ങളെ കർണാടകത്തെ ഈ കേന്ദ്രം, കർണാടകത്തെ അജ്മീർ ചെല്ലങ്ങത്തെ ഈ കേന്ദ്രത്തിൽ വെച്ചിട്ട് മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരുമാറാകട്ടെ. അവരോടൊപ്പം അള്ളാഹു സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. താജുൽ ഉലമ മാത്രമല്ല, എത്രയോ മഹാന്മാരായ ആലിമീങ്ങൾ ദീർഘകാലം ദർസ് നടത്തിയിട്ട് ഒരുപാട് ആലിമീങ്ങളെ ഈ റായത്തിൽ ഇവിടെ വയസ്സിനങ്ങനെങ്കിൽ വയസ്സിനങ്ങനെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഒരു 50 വർഷം 60 വർഷത്ത് മുന്നോത്തൊരു അവസ്ഥ ഹിരിയങ്ങളെ ചെള്ളത് ഞാൻ കേട്ടോ. ഇന്ന എന്തേ ഒരു കോഴി ഇറക്കണമെങ്കിൽ കിലോമീറ്റർ നടന്നുകൊണ്ട് പോകും. കോഴി ഇറക്കും ആളില്ല. ഒരു മുക്രിക്കട തേടിയുണ്ടു അല്ലെങ്കിൽ ഒരു ഉസ്താദ് തേടിയുണ്ട്, കിലോമീറ്റർ ദൂരം നടന്നിട്ട് കോഴി ഏർപ്പാട്ടിയെ പറഞ്ഞു. ഒരാൾ മറിച്ചെങ്കിൽ ആ കഫന്റെ തുണി പറിക്കൂ, ആളില്ല. ദിവസങ്ങളോളം കുറെ നാള് മയ്യത്ത് വെച്ചിട്ട് കാത്ത എത്രയോ അനുഭവങ്ങൾ ഞങ്ങൾ ഈ ഭാഗത്തിൽ. എപ്പാ മഹാനായ താജുൽ ഉലമ ഈ കർണാടകത്തിൽ ഉള്ളാലത്തിൽ പണ്ടേക്ക് വന്നോളൂ. ആലിമീങ്ങ ഇല്ല. ഞങ്ങൾക്കൊരു വയതുകളിലൊക്കെ ആള് വേണമെങ്കിൽ മലപ്പുറത്ത് പോകും. മലപ്പുറത്ത് പോയിട്ട് 2 നാൾ വെച്ചിട്ട് അവിടെ ഉസ്താദുമാരെ തേടിയിട്ട് ബുക്കാക്കിയിട്ട് പിന്നെ പാടെ കുട്ടിയപ്പറകു ഒരാൾ പോയിട്ട് അങ്ങനെ ഔട്ട് ചെയ്ത ട്രെയിനിൽ കൂട്ടിക്കൊണ്ട് പറഞ്ഞു ಬಂದಂಗಿಲ್ಲ അങ്ങനെ ആ കടുപ്പപ്പെട്ട മലയാളത്തിൽ ഞങ്ങളെല്ലാം ദീന് പഠിച്ച ആലിമിങ്ങൾ കേരളത്തെ ആലിമിങ്ങളിൽ നിന്നായിട്ട് യാതൊരു സംശയമില്ല. പക്ഷെ അണ്ടത്തെ ഞങ്ങളെ ദുരവസ്ഥ ആ കടുപ്പപ്പെട്ട മലയാളത്തില് മലപ്പുറം ഭാഷയിൽ വന്നിട്ട് കൂടെ വാത് ചൊല്ലുമ്പോൾ ചിലപ്പോ ആ വാത് അർത്ഥായം കയത്ത് അർത്ഥായില്ലെങ്കിൽ പോയി ആ നിലക്കുള്ള ആലിമീങ്ങളെ അഭാവ ഞങ്ങളെ ഈ റായത്തിൽ ആലിമീങ്ങ ഇല്ല. പോണെങ്കിൽ കേരളത്തിൽ പോയിട്ട് കൂട്ടിക്കൊണ്ട് പറഞ്ഞു അമതാക്കിയിട്ട് വന്നെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ആലിമീങ്ങ കിട്ടും.
അങ്ങനെ എത്രയോ ആലിമീങ്ങ, കേരളത്തെ ആലിമീങ്ങ ഞങ്ങളുടെ ഈ ദക്ഷിണ കന്നഡ ജില്ലയിലും ഉടുപ്പി ജില്ലയിലും കൊടക് ജില്ലയിലും എത്രയോ കേരളത്തെ ആലിമീങ്ങായിട്ട് ഈ ദീന്റെ പ്രഭ കൂടെ ചൊറിഞ്ഞത്. ಅದಕ್ಕೆಲ್ಲ ಕಾರಣಕರ್ತಾಯ ആ ദുരവസ്ഥ, ആ ഒരു അഭാവ നീങ്ങിക്കിട്ടുള്ള കാരണ മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഈ മണ്ണ് കാല് കുത്തോലോട് കൂടി ഊട്ട ചിത്രമേ ബദലായി പോയിട്ട് ചിത്രമേ ബദൽ. ಇಂದು ನೋಕೋರು ಉಳ್ಳಾಲ್ತೆ ನಂಗಲ ಇಂದು ഉറൂസുകു ഞങ്ങളെ ഷിഹാബുദ്ദീൻ സഖാഫി ഫോണാക്കി ഒരു നാളത്തെ വയതുകണിങ്ങ പറഞ്ഞു നാച്ചെന്ന് ನಾನು വയത് ചെല്ലുന്ന ആളൊന്നും അല്ല. ആ വയത് ചെല്ലു ഞങ്ങളെ അലവി സഖാഫി ഉണ്ടുണ്ട്, നിങ്ങൾ തെളിഞ്ഞാറ പലക്ക പറയൂ. അങ്ങനെ പിന്നെ ചൊല്ലുമ്പത്തു മദനി തങ്ങളെ ബർക്കത്ത് നഷ്ടപ്പെട്ട് അതവുകേടാവൂട്ട് പേടിച്ചിട്ടായിട്ട് നാണ് ഒപ്പിയത്. ഇന്ന് ഇത്ര ആലിമിങ്ങ ഇവിടെ വന്നാറ് ഇനി പറകുള്ള അങ്ങനെല്ലാം ഞങ്ങളെ ഷിഹാബുദ്ദീൻ സഖാഫിയും ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹക ഓഫീസിൽ വെച്ചിട്ട് കേവലം ഒരു ഫോണാക്കിയിട്ടായിട്ട് ബുക്കാക്കിയത്. എവിടെയും പോയിട്ടില്ല. AP ഉസ്താദ് മുട്ടമ അതുപോലത്തെ വലിയ വലിയ ആലിമീങ്ങളെ മുട്ട പോയിട്ടിക്കുക. അല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ പ്രാസംഗികന്മാരെയും ഓഫീസിൽ വെച്ചിട്ട് ഫോണ് കൊണ്ട് ബുക്കാക്കിയതായിട്ട്. ഞങ്ങളെ പള്ളിയിൽ ഒരു മൊയിലാര വിട്ടെങ്കില, ഒരു ഖതീബ് വിട്ടെങ്കിൽ, ഒരു സദർ വിട്ടെങ്കില, പുതിയ സദറാക്ക് എവിടെ ഫോണാ 10 സദറന്മാരെ ഫോൺ വന്നിട്ട് അവിടെ അപ്പമേ അവിടെ ഉസ്താദ് വിട്ടുത്തൂല ഡ്യൂട്ടി ഉണ്ടാകും. ഒരു ഖതീബിടെ വിട്ടെങ്കില അപ്പമേ 10 ഉസ്താദ്മാർ ഫോണാക്കിട്ടേ. ഈ നിലയ്ക്ക് ആലിമീങ്ങളെ കൊണ്ട് ഞങ്ങളെ ഈ റായ, ഞങ്ങളെ ഈ പ്രദേശം അതിൻ്റെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആലിമീങ്ങൾ സുബ്ഹാനല്ലാഹ്. മദനിമാർ, സഖാഫിമാർ, ഫൈസിമാർ, ദാരിമീങ്ങ, ഇങ്ങനെ എല്ലാ ബിരുദധാരികളും സയദിമാർ, എത്ര ആലിമീങ്ങളാ. സയദിമാരെ ചെന്നില്ലാണ് അബ്ബാസ് ബേജാറാവ്. ആണ് ധാരാളം ആലിമീങ്ങൾ, വേണ്ടത്ര ആലിമീങ്ങൾ ചൊറിഞ്ഞിട്ട് ഇണ്ട് നിറഞ്ഞിട്ട് തുളുക്കിക്കൊണ്ടുണ്ടു. അൽഹംദുലില്ലാ ഞങ്ങളെ പള്ളിയിൽ ഇമാമായിട്ട് ഞങ്ങളെ ചങ്ങായിയും ഹാഫിദും പ്രഗൽഭ പ്രഭാഷകനുമായ ഞങ്ങളെ ഹാഫിദ് മജീദ് അബ്ദുൽ മജീദ് ഫാദിൽ ഉസ്താദ് നിയമക്കായത് വലിയ സന്തോഷം. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നല്ല സേവയാക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ യുവ പ്രഭാഷകന്മാരും ഇമാമുമാരും ഖതീബുമാരും മുദർരിസുമാരും, എങ്ങനത്തെ മുദർരിസുമാർ? സാമാന്യ മുദർരിസുമാരല്ല. ഇണ്ട് ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ, സുന്നത്ത് ജമാഅത്തിൽ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ആരെങ്കിലും കേരളത്തിൽ പോയിട്ട് അല്ലെങ്കിൽ വേറെ പോയിട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട അകത്തില്ല. നല്ല ക്ലാസ് എടുക്കൂ. ഏത് ഭാഷയിൽ വേണോ? ബിഹാറിൽ വേണ, കന്നഡത്തിൽ വേണ, മലയാളത്തിൽ വേണ, ഉറുദുവിൽ വേണ, ഇംഗ്ലീഷിൽ വേണ, എല്ലാ ഭാഷയിലും പരിണതരായ പണ്ഡിതന്മാർ ഞങ്ങളെ കർണാടകത്തിൽ, ഞങ്ങളെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ക്ലാസ് എടുക്കൂ, പ്രസംഗിക്കൂ, വഅദ് ചൊല്ലൂ, ദർസ് നടത്തൂ, സ്ഥാപന നടത്തൂ, സംവാദാക്കൂ, വാദപ്രതിവാദാക്കൂ. ധൈര്യത്തോടു കൂടി വെല്ലുവിളിച്ചിട്ട് ഏത് മുജാഹിദിനെയും ഏത് ജമാഅത്ത് ഇസ്ലാമിനെയും പേടിക്കാണ്ട് ധൈര്യത്തോടു കൂടി സുന്നത്ത് ജമാഅത്ത് പരിപാടി കൊടുക്കുക തരപ്പെട്ട ഒരുപാട് ആലിമീങ്ങൾ ഇന്ന് ഞങ്ങളെ റായത്ത് നിറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിലെ പെരോല് പ്രവർത്തിച്ച കയ്യാറത് വന്നിട്ടുണ്ടാ. ഇന്നത്തെ ചെറിയ ചെറിയ ബാല്യക്കാർക്ക് ഒരുപക്ഷേ താജുൽ ഉലമയുടെ പവർ കൊന്തിക്കല വലിയ പവറാണ്. കൂടെ റൂം ഒക്കെ വെച്ചിട്ട് ആ നിലത്തിൽ വിരിച്ച കിടക്കയിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയ മനുഷ്യനായിട്ട് കണ്ടുവന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് വലിയ ക്രാന്തിയാക്കിയാണ്. എന്തിൽ ക്രാന്തി? എല്ലാ വിഷയത്തിലും, ഇൽമിലും. ദർശനാർത്ഥം ഞാൻ കണ്ടോണ്ടിരുന്ന ഇവിടെ നീണ്ടിട്ട് നടന്നിട്ട് കിടന്നിട്ട് വെച്ചിട്ട് കിതാബ് നോക്കാണ്ട് ബൈഹാ എല്ലാ കിതാബ് തൊഹഫ മുല്ലാസൻ എല്ലാ കിതാബും ബൈഹാർട്ടായിട്ട് കിതാബ് ദർശനം ചെയ്യുന്ന വലിയ മഹാൻ. കണ്ണാരെ കണ്ടതല്ലല്ലേ, ഇതൊന്നും ഞാൻ വർണ്ണനാക്കൂടല്ല. കൂടെ ഹിരിയങ്ങെല്ലാം കണ്ടിട്ടുള്ളതാണ്, കണ്ണാരെ കണ്ടതായിട്ട്. ബർക്കത്ത് കിട്ടിയവനായിട്ട് എത്രയോ ആലിമീങ്ങ വന്നിട്ട് ആ ദർശനം വെച്ചോ. ഇന്നാല്
ദർസ് രംഗത്ത്, ഇബാദത്ത് രംഗത്ത്, എല്ലാ വിഷയത്തിലും മാതൃയോഗ്യമായ വലിയ ക്രാന്തിയായിട്ട് മൗനക്രാന്തി ചെല്ലാറ്. മൗനക്രാന്തി 6 ഗൊന്താവത്ത രൂപത്തില് വലിയ വെളിച്ചം ഉണ്ടാക്കിയ മഹാനായിട്ടിക്കട് മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 1997 ನೆನಪು ಸಮಯಂಗಿ ಹಜ್ಜಿಲ್ ಒಂದು വലിയ അപകടമുണ്ട്. ನೆನಪಿಕ್ಕല്ലാರು 25 ವರ್ಷ 28 ವರ್ಷ മുതൽ മക്കത്ത് വലിയ തീപിടുത്ത ഹജ്ജില് മിനായില് ഒരുപാട് ആളുമാർ മരിച്ചാണ്. ആ മരിച്ചപ്പ ബഹുമാനപ്പെട്ട താജുൽ ഉലമ എല്ലാ വർഷവും ഹജ്ജിക്ക് പോവും. അവസാന ഘട്ടത്തിൽ മാത്രം ഉഷാറില്ലാണ്ട് തീരെ ആഫിയത്തില്ലാത്ത സമയത്ത് മാത്രമായിട്ട് ഹജ്ജിക്ക് പോവാത്തത്. ബാക്കി എല്ലാ വർഷവും ആഫിയത്തുള്ള കാലത്തെല്ലാം എല്ലാ വർഷവും ഹജ്ജിക്ക് മഹാനായ താജുൽ ഉലമ പോവും. ആ തീ പിടിച്ച വർഷത്തിൽ താജുൽ ഉലമയുടെ ഫാമിലി ഉണ്ട്, മക്കളുള്ളാറ്, ഭാര്യ ഉണ്ട്, എല്ലാവരും മിനയിലിക്കുമ്പത്തായിട്ട് തീ പിടിച്ചത്. അണ്ട് ഇന്നത്തെ പോലത്തെ വാട്സപ്പ് ഒന്നും ഇല്ല, മൊബൈൽ ഒന്നും ഇല്ല. പക്ഷെ ഉടനെ പ്രചാരത്ത് താജുൽ ഉലമ മൗത്തയത്ത് പോലാണ്, അപകടത്തിൽപ്പെട്ടിട്ട് വഫാത്തയത്ത് പോലാണ്. ഒരുപാട് ആൾമാർ സന്തോഷിച്ചാർ താജുൽ ഉലമ പോയിട്ട്. ഇന്ന് ഞങ്ങൾ കൂടെ പാറാണ്. എല്ലാരും ബുദ്ധജീങ്ങളും നവീനവാദികളും വലിയ സന്തോഷ പോയിത്തൂല. ആ ഹെഡ് അങ്ങനെ ഹെഡേ പോയിത്തൂല സുന്നത്ത് ജമാഅത്തിന്. അങ്ങനെ കുറെ ടൈം കഴിഞ്ഞിട്ടാമത്തു താജുൽ ഉലമ വഫാത്തായിട്ടില്ല. ഹജ്ജെല്ലാം കഴിഞ്ഞിട്ട് വന്നൽ പിന്നെ ഞങ്ങൾക്കൊരു ആൾമാർ താജുൽ ഉലമയുടെ കാണുക പോയി. ഹജ്ജ് കഴിഞ്ഞിട്ട് അങ്ങനെ ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ ഇതേ റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കുറേ നേരം ഒരുപാട് നേരം ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഹദ്റത്തിൽ വെച്ചിട്ട് എല്ലാ സ്റ്റോറി ഹജ്ജിക്ക് പോയപ്പായ വിഷയം താജുൽ ഉലമ ഞങ്ങളെ ചൊന്തു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വർഷത്തെ റാഹത്തിന്റെ ഹജ്ജ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടേ ഇല്ല. എന്തേ? മിനയില് തീ പിടിച്ചപ്പ എല്ലാരും നാനാഭാഗത്ത് ഓടുമ്പോ താജുൽ ഉലമ ചൊന്തു, ನನ್ನ ಕುಟುಂಬತ್ತೊಟ್ಟು ಗುಣಾಚಂದ ನಿಂಗಳೆ ತೆರು ಸಲಾಮತ್ತಾಕಿಯಲ್ಲ, ನಾನು ನನ್ನ ತೆರು ಸಲಾಮತ್ತಾಕಡ ನಾನು ഒരു ഭാഗത്ത് നടക്കോ ശുരുവാക്കിയ. 8 ഈ തീപിടുത്തം ഉണ്ടായത്. മുഹറം 8. ആ തീപിടുത്തം ഉണ്ടായിട്ട് മഹാനായ താജുൽ ഉലമ ബാഗും കയ്യിലിട്ട് നടന്നുകൊണ്ട് പോയി. അങ്ങനെ കുറെ അപ്പുറം നടക്കുമ്പോൾ നടന്നിട്ട് ആദത്തില്ലാതെ താജുൽ ഉലമ കാല് കല്ല് താട്ടിട്ട് കാല് ചോര വന്ന് താജുൽ ഉലമ ചെന്നതായിട്ട് വിഷയം. ചോര വന്നിട്ടാമത്തു, ചോര കണ്ടിട്ടാമത്തു എല്ലാരും ആൾ കൂടിയ 6 വയസ്സരാള് ആൾമാര് കൊടുത്തില്ലെങ്കിലും എല്ലാരും അവിടെ ഒരുമിച്ച് കൂടിയാറ്. എന്റെ കാലിൽ ചോര കണ്ടിട്ടാമത്തു. പണാച്ചെന്ന് എന്തോ ആയിട്ടില്ല. തെല്ല് ചോര ബന്ധന മാത്രം നിങ്ങൾ എല്ലാവരും പോറിച്ച് ഞങ്ങളെല്ലാം കടത്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് നമ്മുടെ കാലിക്ക് ബാഗിൽ നിന്ന് ബാൻഡേജ് എടുത്തിട്ട് കെട്ടിട്ട് ചോരെല്ലാം തോത്തിട്ട് മറന്തെല്ലാം തോത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ആ കാല് കല്ലടക്കിയ ആ ജാഗ ഏതിട്ട് പരിശീലനാക്കുമ്പോ ബൈദാഗ് ചെല്ലങ്ങത്തെ ജാഗ ആയിട്ട് പണ്ട് കഅബ ശരീഫിയുടെ പൊളിക്കോവനായിട്ട് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ കഅബത്തെ പൊളിക്കോവനായിട്ട് അബ്രഹത്ത് ചക്രവർത്തിയും കൂട്ടരും ആനപ്പട്ടാളവുമായിട്ട് വന്നാറ്. ആ ആനപ്പട്ടാളവുമായി വന്ന അബ്രഹത്തിനെയും അവന്റെ പട്ടാളത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബത്തെ മുട്ട എത്രയ്ക്ക് മുതലേ ആ ബൈദാഗ് ചെല്ല ജാഗയിൽ വെച്ചിട്ടാണ്
അബാബീല് പക്ഷികളെ കൊണ്ട് അള്ളാഹു ഇറക്കിയിട്ട് ആ അബാബീല് പക്ഷികളെ കൊക്കിലൊരു കല്ലും കൊടുത്തിട്ട് ആ കല്ല് കൊണ്ട് എറിഞ്ഞിട്ട് ആ അബ്രഹത്ത് ചക്രവർത്തിയെയും പട്ടാളക്കാരെയും നാശാക്കിയിട്ട് കഅബ ഷരീഫിലെ അള്ളാഹു സലാമത്താക്കി. ആ ചരിത്രം എല്ലാവരും ഗൊന്തു. ആമുൽ ഫീൽ, ആനക്കലഹം ഉണ്ടായ വർഷ. ആ വർഷത്തിലായിട്ട് ആനക്കലഹം ഉണ്ടായിട്ട് അബ്രഹത്തും ചക്രവർത്തിയും നാശായ ഘട്ടന ഉണ്ടായത് റസൂൽ ജനിക്കുന്ന ആ വർഷത്തിൽ. അങ്ങനെ ആ ജാഗ ഏതത്, അത് ബൈദാവ് ചെല്ലകത്തെ ജാഗ ആയിട്ടിക്കട് അവിടെ വെച്ചിട്ടായിട്ടിക്കട് അവിടെ ഹലാക്കാക്കിയത്. ആ പട്ടാളത്തെ അള്ളാഹു ഹലാക്കാക്കിയത്. അബ്ദുൽ മുത്തലിബ് വലിയ ബേജാറായിട്ടാണ്ട് കഅബത്തെ മുഖ്യസ്ഥ റസൂലറെ ബോബ അബ്ദുൽ മുത്തലിബായിട്ടിക്കട് എല്ലാരും വന്ന് ചെന്നാറ്. എന്തിട്ട് ചെന്നാറ്? അബ്ദുൽ മുത്തലിബെ കഅബത്തെ വടക്കുകവനായിട്ട് കഅബത്തെ നാശാക്കുകവനായിട്ട് യമനിൽ നിന്നതാ സൻആയിൽ നിന്ന് അബ്രഹത്തും കൂട്ടരും വന്നിട്ടുണ്ട്. അബ്രഹത്ത് കൂട്ടർ വന്നിട്ട് കഅബത്തെ വടക്ക് വന്നൊരാൾ ചൊല്ലുമ്പത്തു കഅബ ഷരീഫിലെ മേൽനോട്ട വഹിക്കുന്നങ്ങനത്തെ അബ്ദുൽ മുത്തലിബ് ചെന്ന് നിങ്ങാരും ടെൻഷൻ ആക്കണ്ട, കഅബത്തെ വിഷയത്തിൽ നിങ്ങാരും ടെൻഷൻ ആക്കണ്ട, നിങ്ങളെല്ലാരും നിങ്ങൾ ഔത്തു പോകും. കഅബത്തെ ഉണ്ടാക്കിയ ഒരു റബ്ബുള്ള, കഅബത്തിലെ കാക്കിടങ്ങനത്തെ ഒരു റബ്ബുള്ള, ആ റബ്ബ് അവന്റെ ഭവനമായ കഅബത്തെ അല്ലാഹു സലാമത്താക്കും. അതുകൊണ്ട് നിങ്ങളാരും ആ വിഷയത്തിൽ ടെൻഷൻ വേണ്ട, ആരും ടെൻഷൻ ആക്കണം, നിങ്ങൾ എല്ലാവരും ഔത്തു പോകും. എല്ലാവരും അങ്ങനെ ഔത്തു പോയാൽ ഞങ്ങളുടെ വിഷയത്തിലായ കഅബത്തെ മുട്ട പിറകിയെ വിട്ടില്ല ആറ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരെ? അബ്രഹത്തെയും അവന്റെ പട്ടാളത്തെയും കഅബത്തെ മുട്ട വരാണ്ട് അല്ലാഹു ഹലാക്കാക്കി. അബാബീൽ പക്ഷികളെ കൊണ്ട്, സിജ്ജീല് കല്ലുകളെ കൊണ്ട് ആ പട്ടാളത്തെ അല്ലാഹു ഹലാക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതേ റബ്ബായിട്ട് ഇണ്ടുള്ളത്. പക്ഷെ ഇണ്ടെന്തായത്? ഞങ്ങളെ പള്ളി ബച്ചാവാക്കവൂ, ഞങ്ങളെ സ്ഥാപന ബച്ചാവാക്കവൂ അള്ളാഹു ശക്തിയില്ലേ. ഇണ്ട് ചില ആൾമാരെല്ലാരും റസ്ത കഴിഞ്ഞില്ല. എന്തിവനായിട്ട് ഞങ്ങളെ സമുദായത്തെ ഞങ്ങൾ ബച്ചാവാക്കണോ, ഞങ്ങളെ പള്ളി കാക്കണോ, ഞങ്ങളെ സ്ഥാപന കാക്കണോ, ഞങ്ങളെ ഉമ്മത്തിനെ കാക്കണോ, ഞങ്ങളെല്ലാം ഹോറാട്ടാക്കണോ. പക്ഷേ ആരും ആ ഭീതി കഴിഞ്ഞിട്ട് ഹോറാട്ടാക്കുന്ന ആൾമാരാണ്ട് സുബൈ നിസ്കരിച്ചിട്ടിക്കാതെ, സുബൈ നിസ്കരിക്കാണ്ട് അള്ളാഹുടെ ശാപത്തിന് വിധേയരായ ആളുമാരെ പള്ളി സംരക്ഷണാക്കോ ഭർത്താവെങ്കില് ഒരിക്കലും ആ പള്ളി സംരക്ഷണായിട്ട് കിട്ടുക സാധ്യമില്ല. അബ്ദുൽ മുത്തലിബ് ചോദിച്ചു നിങ്ങാരും ടെൻഷൻ ആക്കണ്ട, അള്ളാഹു സലാമത്താക്കും. അങ്ങനെ കഅബത്തെ അള്ളാഹു ബച്ചാവാക്കി. അപ്പോൾ ആ ചെന്ന് വന്നത് മഹാനായ താജുൽ ഉലമ ആ സ്ഥലം ഞാൻ എത്രയോ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിലും ആ ജാഗ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുക സാധ്യമായിട്ടില്ല. എന്തുകൊണ്ട്? എല്ലാ ഹജ്ജിനും ബസ്സിലാണ് യാത്ര. എവിടുത്ത്? മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകൽ ബസ്സിലാണ്. 8ാമത്തെ ദിവസം ആ ബസ്സിൽ പോകുമ്പോൾ ഈ പ്രദേശം, ഈ ജാഗ ഒന്നും വന്നാവും. അണ്ടനാണ് നടന്നുകൊണ്ടു പോയത് കൊണ്ട് ആ പ്രദേശം കണ്ണുകൊണ്ട് കാണുക സാധ്യത്ത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ഹജ്ജായിട്ടിക്കട് നാണ് ചൊയ്ഞ്ഞത്. അപ്പൊ റസൂൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ചൊന്നു നക്ക് ഈ വർഷത്തെ ഹജ്ജ് പോലത്തെ ഹജ്ജ് നണ്ടെക്കൊണ്ട് ചെയ്യുക സാധ്യമായിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചൊന്ന അവിടെ താജുൽ ഉലമ വഫാത്തായിട്ട് മരിച്ചു പോയിട്ട് ചില വിഷയം ഞങ്ങൾക്ക് കിട്ടിയിട്ട് ആ കിട്ടിയപ്പണങ്ങ വല്ലാത്ത ബേജാറായ ആ സമയത്താണ് താജുൽ ഉലമ പാടുന്നത് തമന്നൗ അന്നമൂത ഫഇന്നമുത് ഫതിൽകാ സബീലുൽ ലസ്തു ഫീഹാ ബിഔഹദീ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പാടിയ പാട്ടാണ്. കുറെ ആളുമാർ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോകുവാനായിട്ട് വാറുന്നാറ്. ബഹുമാനപ്പെട്ട നാല് ഇന്നത്തെ പ്രഭാഷകൻ അലവി സഖാഫി ഉസ്താദ് കൊളത്തൂർ
ഞങ്ങളെ വേദിക്ക് കടന്നു വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ദീർഘകാലം സുന്നത്ത് ജമാഅത്ത് സേവ ചെയ്യുമാറാകട്ടെ. അല്ലാഹു അക്ബർ. ആദർശത്തിന്റെ പ്രതലങ്ങളിലേക്ക് ആധുനികതയുടെ കരിപ്പുരണ്ട ആശയങ്ങളുമായി അധിനിവേശനം നടത്തുന്ന വിനയീ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഇടിവാക്കുമായി ശബ്ദിച്ച വഹാബിയൻ കോറ്റക്കൊത്തലങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിച്ച അലവി സഖാഫി കുളത്തൂർ നമ്മുടെ വേദിയെ ധന്യമാക്കിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉണ്ട് ചൊന്തു, ആരെന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞങ്ങൾ ആരെയും ഒരക്ഷരം പറഞ്ഞു പോകരുത്, ഞങ്ങൾ ആരെയും ഒരു ഗൈബത്ത് ചൊല്ലു തീറ. അങ്ങനെ എത്ര ഞങ്ങളെ ഗൈബത്ത് ചൊല്ലിട്ട് ഒരാളെയും ഞങ്ങൾ ദൂരവും തീറ. ഈ നിലക്ക് ശുദ്ധമായ മനസ്സിന്റെ ഉടമയായിട്ട് ചെറിയ മക്കളെ മനസ്സ് പോലെ ശുദ്ധമായ ക്ലിയറായ സലാമത്തായ സലീമായ കൽബിയുടെ ഉടമയായിട്ടിക്കട് ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമ അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹു അൽ-അസീം. അപ്പോൾ ആ ചൊന്ന വന്നത് വലിയ ക്രാന്തിയായിട്ടിക്കട്, ഒരുപാട് ദീനീ പ്രവർത്തനങ്ങളായിട്ടിക്കട് ഈ ഉള്ളാലത്ത് വെച്ച് നടക്കുന്നത്. അതിലെ എല്ലാ നടത്തിപ്പു ഞങ്ങളെ ഹനീഫാജിയും അതുപോലെ ഷിഹാബുദ്ദീൻ സഖാഫിയും അതുപോലെ കമ്മിറ്റി എല്ലാത്തിനും മാനേജ് ആക്കുവാറ്. പക്ഷെ ഇതിൻ്റെ എല്ലാ നടത്തിപ്പുകാരാ മഹാനായ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹു അൽ-അസീസ് ആയിട്ടിരിക്കുന്നു. വഫാത്തിൽ പിന്നെ വഫാത്തായിട്ടും ഇത്ര വലിയ ദഅവത്ത്, ഇത്ര വലിയ ക്രാന്തി ആക്കുക സാധ്യമാവുമെങ്കിൽ അതായിട്ടിക്കട ഔലിയാക്കളെ കറാമത്ത്, ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത പവർ. അതുകൊണ്ട് ഞാൻ നീട്ടി പലക്ക പറയില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് നല്ല സാരവത്തായ ഉപദേശം ഞങ്ങൾക്ക് തറകൊണ്ടു. ഖിയാമത്ത് ഞങ്ങൾ ജീവിച്ചോണ്ടുള്ളത്, ഖിയാമത്ത് അടുത്ത് വന്ന സമയത്തിലായിട്ട് ഞങ്ങൾ ജീവിച്ചോണ്ടുള്ളേ. ആദരവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖിയാമത്ത് ഉണ്ടാവുമ്പോ ഉണ്ടാവുടങ്ങനത്തെ എന്തെല്ലാം സംഭവ വികാസങ്ങള് ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നിറ. അതെല്ലാം ഞങ്ങൾ കണ്ണാറെ കണ്ടിട്ട് അനുഭവത്തിൽ കൂടെ അനുഭവിച്ചോണ്ടുള്ളേ ഒരു കാലത്തായിട്ട് ഞങ്ങൾ ജീവിച്ചോണ്ടുള്ളത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തില് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവാചനാക്കിട് ഒരു നാല് മദീനത്തെ പള്ളിയിൽ റസൂലുള്ള ക്ലാസ് എടുത്തുകൊണ്ടുണ്ട്, ഹദീസ് ചെന്ന് കൊടുത്തുകൊണ്ടുണ്ട് സ്വഹാബത്തിന്. ആ ക്ലാസ്സിലെ മധ്യത്തിൽ ഒരു അയറാബിയായ മനുഷ്യ വന്നിട്ട് നബി തങ്ങളോട്ട് കേട്ട മത്തസാത്ത് യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പ നബിയേ? നബി തങ്ങൾ ഒന്നും മുണ്ടിയില്ല. ക്ലാസ്സിലെ നടു അപ്പൊ ചില ആൾ ചെന്നാറ് ആ ക്വസ്റ്റ്യന് ആ പ്രശ്നം കേട്ടത് നബി തങ്ങൾ കേട്ടിട്ടിക്കല. പിന്നെ ചില ആൾ ചെന്നാൽ അല്ല കേട്ട്, പക്ഷെ കേട്ടത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ക്ലാസ്സിലെ നടുവ് കേക്കൽ അതൊരു അതബ് കേട്, അതുകൊണ്ട് നബി തങ്ങൾ കേട്ടത് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ കുറെ അഭിപ്രായം വന്നവിടെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഖിയാമത്ത് പറ്റിട്ട് ഒരാൾ പ്രശ്നം കേട്ടില്ലേ ഇപ്പം അയാൾ എവിടെയാണ് നബി തങ്ങൾ കേട്ടിട്ട്? ആ സമയത്താണ് യാ റസൂലല്ലാഹ് ആ അയറാബിയായ മനുഷ്യ വന്നു ചൊല്ലു, നാണ് നബിയെ ആ ക്വസ്റ്റ്യൻ കേട്ടാല്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ഇദാ ളുയ്യത്തിൽ അമാനത്തു ഫന്തദിരി സാഅ. അമാനത്ത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അമാനത്തിനെ പാഴാക്കപ്പെട്ടു പോയെങ്കിൽ ഫന്തദിരി സാഅ, നീ ഖിയാമത്ത് നാളിൽ പ്രതീക്ഷിച്ചോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അമാനത്ത് ചെന്നെങ്കിൽ സാധാരണ അമാനത്ത് ചെല്ലെ ഒരു നമ്പിക്കയോട് ഒരു വിശ്വാസത്തോടു കൂടി ഒരാളെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന വസ്തുവാണ് അമാനത്ത്. ആ അമാനത്തിന് അത് കൊടുക്കേണ്ട ആളുമാർക്ക് സമയമാകുമ്പോൾ അങ്ങ് കേൾക്കുമ്പോൾ തിരിച്ചു കൊടുക്കും. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അമാനത്തുകൾ അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തു വിടാൻ വേണ്ടി അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പൊ അമാനത്ത് വസ്തു ഒരാൾ ഞങ്ങളെ ഏൽപ്പിച്ചെങ്കിൽ അതിന് ടൈം ആകുമ്പോൾ നാം കൊടുക്കണം.
അപ്പൊ ഞങ്ങളെ കയ്യിലുള്ള എല്ലാം അമാനത്തായിരിക്കും. അള്ളാഹു ഞങ്ങൾക്ക് തന്ന ഒമാവിക്കും നിയമത്തിൽ അള്ളാഹു നിങ്ങൾക്ക് എന്തെല്ലാം തന്നതുണ്ട് അതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് തന്ന നിയമത്തുകളായിട്ടിക്കിട്. ആ നിയമത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെന്ന പോലെ പറഞ്ഞ പോലെ കൽപ്പിച്ചതുപോലെ ആ നിയമത്തുകളെ ഉപയോഗിച്ചിട്ട് ടൈമാകുമ്പത്തു ആ നിയമത്തുകളെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കൽ ഞങ്ങളെ മേലെ കഡ്ഡായമായിട്ടിക്കിട്. ഞങ്ങളെ കണ്ണ് അമാനത്ത്, ഞങ്ങളെ കൈ അമാനത്ത്, ഞങ്ങളെ നാവ് അമാനത്ത്, ഞങ്ങളെ കാൽ അമാനത്ത്, ഞങ്ങളെ മനസ്സ് അമാനത്ത്, ഞങ്ങളെ ശരീര സകലം അമാനത്തുകളാണ്. ആ അമാനത്തുകളെ സമയമാകുമ്പോൾ അള്ളാഹുവിലേക്ക് തിരിച്ചേൽപ്പിക്കൽ ഞങ്ങളെ മേൽ നിർബന്ധമാണ്. എല്ലാ അമാനത്തുകളും കറക്റ്റായിട്ട് വരും. അങ്ങനെ കറക്റ്റായിട്ട് വീഡിയെങ്കിലായിട്ട് തൽക്കീൻ ഓതിയിട്ട് കബറെല്ലാം മറമാടിയിട്ടായാൽ പിന്നെ തൽക്കീൻ ഓതിര കേട്ടാറ് ഞങ്ങള. ആ തൽക്കീൻ്റെ ലാസ്റ്റിൽ ഓതുന്ന ആയത്തുണ്ട്, എല്ലാവരും വായ്പാട്ടെ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബികി റാദിയതൻ മർദിയാ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആ ആയത്തിൽ ചെല്ലുന്ന യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, മോമിനീങ്ങളായാലും യഥാർത്ഥ മോമിനീങ്ങൾ സ്വാലിഹീങ്ങൾ മരിക്കുമ്പത്ത് മലക്കുങ്ങ വന്നിട്ട് ആ വ്യക്തിയോട് ചൊല്ലുവാറ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. ഈ അമാനത്തുകളെ കറക്റ്റായിട്ട് പൂർത്തിയാക്കിയിട്ട് കണ്ണുകളെ, കാതുകളെ, മനസ്സിനെ, കൈകളെ, കാലുകളെ, ശരീരത്തിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടതുപോലെ ഉപയോഗിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചേൽപ്പിക്കുന്ന മുത്മഇന്നതായ നഫ്സേ ഇർജി ഇലാ റബ്ബികി റാദിയതൻ മർദിയാ. അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തത്തോടു കൂടി അള്ളാഹുവിനെ തൊട്ട് പൊരുത്തപ്പെട്ട നിലക്കും നീ അള്ളാഹുവിലേക്ക് മടങ്ങിക്കോ. കാരണം എന്തുകൊണ്ടാണ്? അമാനത്തിനെ കറക്റ്റായിട്ട് അള്ളാഹു പൊരുത്തപ്പെട്ടതുപോലെ ചെലവാക്കിയ നഫ്സാൻ. അങ്ങനെ അമാനത്തുകളെ വീടിൽ ഞങ്ങളെ മേൽ കടയായിട്ട് ഈ അമാനത്ത് നഷ്ടപ്പെട്ടെങ്കിൽ ഖിയാമത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ആ വ്യക്തിയുടെ രണ്ടാമത്തെ ചോദ്യം എന്തേ? അമാനത്ത് നഷ്ടപ്പെട്ടെങ്കിൽ ഖിയാമത്ത് നാളാണ്. കൈഫ ഇദാതുഹാ യാ റസൂലല്ലാഹ്, അമാനത്ത് നഷ്ടപ്പെടല് എങ്ങനെ നബിയെ? അതെങ്ങനെ അമാനത്ത് നഷ്ടപ്പെടല്? അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, കാര്യങ്ങളെ അതിന് യോഗ്യരല്ലാത്ത ആളുകളെ ഏൽപ്പിക്കുന്ന കാലം വന്നാൽ ഫന്തദിരി സാഅ, ഈ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചോ. ഏത് കാര്യത്തെ ഏൽപ്പിക്കുമ്പോ അതിക്ക് തറപ്പെട്ട ആളുമാരെയാണ് ഏൽപ്പിക്കേണ്ടത്. ആ തറപ്പെട്ട ആളുമാര് ഇല്ലാണ്ടാവുടങ്ങനത്തെ കാലം വന്നെങ്കിൽ, തറപ്പെട്ട ആളുകൾ നഷ്ടപ്പെടുന്ന കാലം വന്നെങ്കിൽ ഫന്തദിരി സാഅ ഉണ്ട് നോക്കറുപോല. എല്ലാ രംഗത്തിലും ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള വലിയ പ്രശ്നമായിട്ട് യോഗ്യരായ ആളുമാരില്ല. എല്ലാ ആത്മീയ രംഗത്തും സാമാജിക രംഗത്തും രാഷ്ട്രീയ രംഗത്തിലും എല്ലാ മേഖലയിലും എല്ലാ ജാഗയിലും അയോഗ്യരായ ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടോ? കാരണം യോഗ്യരായ ആളുമാരില്ല. ഒരു ചെറിയ ഉദാഹരണം, ഇവിടെ ഉള്ളാലത്ത് ഉറൂസ് തുടങ്ങിയിട്ട് എത്ര വർഷമാവും? ഞങ്ങൾ ജനിക്കിലേക്ക് മുതലേ ഇവിടെ ഉള്ളാലത്ത് ഉറൂസ് തുടങ്ങി. ഞങ്ങൾ ചെറിയ മുത്താലിമായിട്ടിരിക്കുമ്പോൾ ഇവിടെ വയത് കേൾക്കും, മജ്ലിസ് വരാറുണ്ട്. ഒരു സൈഡിൽ വെച്ചിട്ട് വയത് കേൾക്കാറുണ്ടായിരുന്നു. ആരാണ് വയതുകളുടെ വലിയ വലിയ മഹാന്മാർ? മഹാനായ ശംസുൽ ഉലമാ EK ഉസ്താദ്, കോട്ടുമല ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, MA ഉസ്താദ് തുടങ്ങിയ വലിയ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് വയതുകളിലൊക്കെ കൊണ്ടുകൂടി. ആ സദസ് ആലിമീങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടിക്കിടങ്ങനത്തെ സദസ്സായിട്ടിരിക്കും. പക്ഷേ ആ സദസ്സിന്റെ നടുവിൽ ഇത്രല്ല ഏത് ആലിമികൾ വന്നാലും, ഏത് രാഷ്ട്രീയക്കാർ വന്നാലും, ഏത് രാജാക്കന്മാർ വന്നാലും എല്ലാരും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മുഖ ഈ സ്റ്റേജിന്റെ നടുവിൽ.
സ്റ്റേജിലെ നടുവിൽ ഒരു മുഖ, ചെറിയൊരു മുഖ, എല്ലാവരും ഗമന ഹരിച്ചിട്ട് ഉള്ളങ്ങനത്തെ ഒരു മുഖമായിട്ടിക്കരു, എല്ലാവരും നോക്കൂടെ ആ മോത്തുകായിട്ടിക്കരു. അത്രയും പ്രശോഭിക്കുന്ന, പ്രജ്വലിക്കുന്ന, പ്രകാശിക്കുന്ന ഒരു വലിയ മുഖമായിട്ട് ആ സ്റ്റേജിലെ നടുവിൽ ഉറൂസിലെ എല്ലാ നാളും ആദ്യം മുതൽ അവസാനം വരെ ആ സദസ്സ് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസുല്ലാഹു സിർറഹു. ആ തങ്ങളെ വിഷയം ആ ചൊന്നില്ലേ, എത്ര വലിയ ക്രാന്തിയാണ് ഉണ്ടാക്കിയത്. എന്നാൽ അതിന്റെ ശേഷം അതിൽ പിന്നെ അതുപോലെയുള്ള ഒരു ആലിം, അതുപോലെയുള്ള ഒരു സയ്യിദ്, അതുപോലെയുള്ള ഒരു ആബിദ് നമുക്ക് കാണുക സാധ്യമില്ല, കാണുക സാധ്യമായിട്ടില്ല, സാധ്യമാവുന്നതുമില്ല. താജുൽ ഉലമയുടെ കാലം കഴിഞ്ഞിട്ട്, ഖുറത്ത് സാദാത്തിന്റെ കാലം കഴിഞ്ഞിട്ട്, കാദിയാക്കോ തേടുമ്പോൾ ആ സ്ഥാനത്ത് ഫിറ്റായ ആളാരും കാണില്ല. അതുകൊണ്ടാണ് മഹാനായ സുൽത്താനുൽ ഉലമ AP ഉസ്താദിനെ തേടി പോകുള്ള കാരണം ആ സ്ഥാനത്ത് ഫിറ്റായ വേറെ ആള് കാണില്ല. AP ഉസ്താദ് വലിയ തിരക്ക് പിടിച്ച ആളാണ്, ആഫിയത്ത് തീരെ കൊറോടിയായ ആളാണ്. എന്നാലും അൽഹംദുലില്ലാഹ് നാളെ കർണാടകത്തെ, കേരളത്തെ ആയിരക്കണക്കായ താജുൽ ഉലമ പ്രതിനിധീകരിച്ച അങ്ങനത്തെ മൊഹല്ലകൾ ഇണ്ട് കാദിയായിട്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഏറ്റെടുത്തത് ഞങ്ങളെ വാക്കിയായിട്ട്, ഞങ്ങളെ വലിയ സന്തോഷമായിട്ട്. അല്ലാഹു മഹാനവർക്ക് ഇനിയും ഒരുപാട് കാലം ദീർഘായുസ്സും ആഫിയത്തും ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ ചെറിയൊരു ഉദാഹരണം ചെയ്യും. ആ താജുൽ നമ്മുടെ ജാഗൽ പിന്നൊരു സ്ഥലം അങ്ങ് കാണില്ല. ഇതുപോലെ എല്ലാ വിഷയത്തിലും നോക്കി എങ്ങനെ അങ്ങനെ നണിപ്പാട്ടെ എല്ലാം എല്ലാവരും പുസ്തകവാദ ഇയലെന്താ ഡിപ്പാട്ടിലാണ്. എല്ലാ രംഗത്തും ഞങ്ങൾക്ക് അനുഭവം വന്നിട്ടില്ലേ, തറപ്പെട്ട ആളുകളില്ല. അത് എവിടെ പിടിച്ചിട്ട്, ഒരു പഞ്ചായത്ത് ഓഫീസറെ പിടിച്ചിട്ട്, താലൂക്ക് ഓഫീസറെ പിടിച്ചിട്ട്, ജില്ലാ ഓഫീസറെ പിടിച്ചിട്ട്, ഒരു റേഷൻ കാർഡ് വിഷയമൊക്കെ പോലുള്ള ഏത് ഓഫീസർമാരോട്ട് പോയെങ്കിലും ഞങ്ങൾക്ക് ശരിയായ ഷാഫിയായ ഒരു മറുപടി കിട്ടുവാൻ സാധ്യമില്ല. കാരണം എന്താ, യോഗ്യതയില്ലാത്ത ആളുകളാണ് എല്ലാ രംഗത്തും നിറഞ്ഞത് കൊണ്ടാണ്. പിന്നെ ഉള്ളതിൽ നല്ലത് നോക്കിയിട്ടാണ് ഇപ്പൊ എന്താക്കട്ടെ സെലക്ട് ആക്കുന്നത്. സാധാരണ ഇൽമ ഏറിടി, ഇൽമിന്റെ പ്രഭാഷകരും ആലിമീങ്ങളും പ്രഗത്ഭരുമായ പണ്ഡിതന്മാരും നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സ്ഥാനത്തെ നികത്താൻ പറ്റിയ ആൾക്കാർ കിട്ടുന്നില്ല. അതല്ലേ അങ്ങനെ അനുഭവിച്ചിട്ടുള്ളത്. സഅൽതു സമാനി ലിമാ അറാക ഖീമാ വകുന്ത വലൂദൻ ലിർരിജാലി ഖദീമാ وقال لأني قد كبرت وقد دنا رحيل إلى الأخرى وصرت سقيما وفارقني من الأولاد ولم يبق من الأولاد إلا هسالة وفارقني من كان قبل كريما. ഇർഷാദുൽ ആഫിയിൽ മഹാനവറുകൾ പറഞ്ഞില്ലേ, സഅൽതു സമാനി, എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. സഅൽതു സമാനി, രണ്ട് സമാൻ തൊട്ടുകുന്നാണ് കേട്ട. ഓ സമാനേ, ഓ കാലമേ, ലിമാ അറാക ഖീമാ, നീ എന്തേ ഇപ്പൊ ഒരു ഗൊഡു പെണ്ണായി പോയേ, പ്രസവിക്കാത്ത പെണ്ണായി പോയേ. വകുന്ത വലൂദൻ ലിർരിജാലി ഖദീമാ, പണ്ട് കാലത്ത് വലിയ വലിയ മഹാന്മാരെ, വലിയ വലിയ ആൺകുട്ടികളെ, ശുജായികളായ ധൈര്യമുള്ള ആൺകുട്ടികളെ നീ പ്രസവിക്കുന്നവളായിരുന്നല്ലോ. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ നല്ല നല്ല ആൺകുട്ടികളായ പണ്ഡിതന്മാരെയോ വലിയ പാണ്ഡിത്യമുള്ള വലിയ വലിയ മഹാന്മാരെയോ നീ എന്തുകൊണ്ട് പ്രസവിക്കുന്നില്ല സമാനേ? ആ സമാൻ തൊട്ട് കേട്ടെ മഹാൻ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ചെറിയ വിഷയമായിട്ട്. കാരണം നല്ല നല്ല ആളുമാറില്ല, മുന്നോലുള്ള നല്ല നല്ല ആളുമാറ്.
സമാനൊട്ടു നാക്കേട്ടെ സമാനെ നിന്റെ പള്ളയിലല്ലേ അമ്പിയാക്കൾ ജനിച്ചത്, സ്വഹാബത്ത് ജനിച്ചത്, അയിമ്മത്തുകൾ ജനിച്ചത്, സലഫു സാലിഹീങ്ങൾ ജനിച്ചത്, മഹാന്മാർ ജനിച്ചത്, താജുൽ ഉലമ ജനിച്ചത്, ശംസുൽ ഉലമ ജനിച്ചത്, എംഎ ഉസ്താദ് ജനിച്ചത് തുടങ്ങിയ വലിയ വലിയ മഹാന്മാരെല്ലാം നിന്റെ പള്ളയിലല്ലയോ ജനിച്ചത്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഫഖാല, അപ്പൊ സമാൻ നിനക്ക് മറുപടി തന്നു. എന്തുണ്ട്? ഒക്കുനക്കിപ്പ വയസ്സായിട്ട് കുറെ കാലായില്ലേ ഞാൻ പ്രസവിക്കോ ശുരുവായിട്ട്. ഇപ്പൊ നക്ക് വയസ്സായിട്ട് ഞാൻ ഇന്ന് രണ്ട് അവസാനായിട്ട് വന്ന് ഞാൻ ഈ ലോകം വിട്ടിട്ട് പോകും ടൈമായിട്ട് വന്ന് അഥവാ ഖിയാമത്ത് സംഭവിക്കോ മുട്ടായി പോയിട്ട്. അതുകൊണ്ട് നല്ല നല്ല മക്കളെ ഇന്ന് നന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കണ്ട. വലം യബ്ക മിനൽ ഔലാദി ഇല്ലാ ഹുസാലത്തുൻ വഫാറാകനി മൻ കാന ഖബുലു കരീമാ. നണ്ട മക്കളായ വലിയ വലിയ മഹാന്മാർ, വലിയ വലിയ ഔലിയാക്കള്, സ്വാലിഹീങ്ങളെല്ലാം അങ്ങെല്ലാം നണ്ട വിട്ടുപോയാറ്, ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോയാറ്. ഇപ്പൊ നല്ല നണ്ട മക്കളില് ബാക്കിയായിട്ടില്ല. നല്ല മഹാന്മാരെല്ലാം കഴിഞ്ഞു പോയി. അങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാ മഹാന്മാരും കഞ്ഞൽ മിന്നായിട്ടിട്ട് എല്ലാത്തിലും ഇങ്ങനെ ഒരുപാട് വിഷയ നബി തങ്ങൾ ഖിയാമത്ത് ഉണ്ടാവുന്ന വിഷയ ഒരുപാട് നമുക്ക് പഠിപ്പാട്ട് തന്നു. എന്തിക്ക്? ഒരു ഭാഗത്ത് യുക്തിവാദിങ്ങ, ഒരു ഭാഗത്ത് നിരീശ്വരവാദിങ്ങ, നവീനവാദിങ്ങ, മുബത്തദീങ്ങ, തബ്ലീഗുകാര്, എല്ലാത്തിനെക്കാട്ടി വലിയ കള്ളത്തരീക്കത്തുകാർ. ഇപ്പ സുബ്ഹാനല്ലാഹ് ഔലിയാക്കൾ ഡ്യൂപ്ലിക്കേറ്റ്, എല്ലാത്തിലും ഡ്യൂപ്ലിക്കേറ്റ്, എല്ലാത്തിലും ചൈന സെട്ട് വന്ന പോലെ തരീക്കത്തിലും ചൈന സെട്ട്. ഇപ്പ ഡ്യൂപ്ലിക്കേറ്റ് തരീക്കത്ത് ചിന്തയെന്തിന്? സുബ്ഹാനല്ലാഹ്. ഇസ്ലാമില് വലിയ ഒരു പദവിയാണ് ത്വരീഖത്ത്, തസവ്വുഫ്, സൂഫിസം. ഇസ്ലാമിന്റെ പൂർണ്ണതയാണത്. ഇസ്ലാമിന്റെ പൂർണ്ണമായ അച്ചടക്കമാണ് തസവ്വുഫ്, ത്വരീഖത്ത്. ആ ത്വരീഖത്തിനെ ഇന്ന് കളി സാധനമാക്കിയിട്ട് ഇന്ന തസവ്വുഫ കുല്ലഹു ലഹു അൽ അദബ് വമിനൽ അവാരിഫി ഫതുൽബൻഹു വഅബില. തസവ്വുഫ് ചെന്നെങ്കിൽ ഇസ്ലാമിന്റെ പൂർണ്ണമായ ശിഷ്ടാചാരമാണ്. അതുകൊണ്ട് ആ തസവ്വുഫിനെ വിടക്കാക്കിയിട്ട് നാശാക്കിയിട്ട് ഗലീജാക്കി വിട്ടാറ്. വലിയ ദുഷ്ക, വലിയ സൂക്ഷ്മത. ഹറാം വിടൽ മാത്രമല്ല, കറാഹത്ത് വിടൽ മാത്രമല്ല, ഹലാലായതും അത് കറാഹത്തോ ഹറാമോ ആയിപ്പോവും ചില പേടിയില് അതും വിട്ടിട്ട് വല്ലാത്ത സൂക്ഷ്മതയോട് കൂടി ജീവിക്കലാണ് ത്വരീഖത്ത് ചെന്നെങ്കിൽ. സുബ്ഹാനല്ലാഹ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു രോഗിയായിട്ട് കിടന്നപ്പോ എല്ലാ മഹാന്മാരും ബഹുമാനപ്പെട്ടവരെ കാണുക പോയാർ. ആ കാണുക പോയപ്പോ അവിടെ ദൂരത്തിൽ നിന്ന് തന്നെ വലിയ പ്രകാശം മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു മുഖത്ത് പ്രകാശിക്കുന്നു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയാറ്. കേട്ടാറ്, അല്ലയോ മഹാനവർകളെ, നിങ്ങൾക്ക് ഇത്ര വലിയ പദവി, ഇത്ര വലിയ സ്ഥാനം, ഇത്ര വലിയ പ്രകാശം ഈ മറിക്കോമുട്ടാവിടെ ഈ ടൈമിൽ മുഖം പ്രകാശിച്ചിട്ട് ഈമാനികമായ ശോഭയോട് കൂടി മറിക്കുക എങ്ങനെ സാധ്യയായേ? നിങ്ങൾ ചെയ്യുന്ന അമലെന്തരേ എന്ന് കേട്ടാറ്. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ചൊല്ലു, നണ്ടൊട്ടുക്ക് വലിയ അമലൊന്നും നണ്ടൊട്ടുക്ക് ചൊല്ലുകില്ല. പിന്നെയോ ജണ്ട് വിഷയനക്ക് ചൊല്ലാം. എന്താണ് ആ ജണ്ട് വിഷയം? ഒന്ന്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അകത്തില്ലാത്ത ഒരു സംസാരവും നന്റെ നാവ് കൊണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അനാവശ്യമായ അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരേ ഒരു സംസാരം നന്റെ നാവ് കൊണ്ട് നന്റെ ജീവിതത്തിൽ ഞാൻ മുണ്ടിയിട്ടില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല.
രണ്ടാമത്തത് നന്റെ കൽബ് കൊണ്ട് ഞാൻ ഒരാളൊട്ടും ഒരു പകയും വെക്കാതെ സലീമായ കൽബാണ് നന്റെ കൽബ്. നന്റെ കൽബിൽ ആരൊട്ടും വൈരാഗ്യമില്ല, ആരൊട്ടും കിബിറില്ല, ഹസദില്ല, ഡംബില്ല, യാതും ഇല്ലാത്ത ശുദ്ധമായ ഹൃദയമാണ് നണ്ടത്. അതുകൊണ്ടാണ് ഈ മൗത്തിന്റെ സമയത്ത് നന്റെ മുഖം പ്രകാശിക്കാനുള്ള കാരണാണ്ട് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ചൊന്നെങ്കിൽ മഹാന്മാർ ചെന്നെങ്കിൽ അങ്ങനെ ആരൊട്ടും അങ്ങ് വൈരാഗ്യല്ല. ചെറിയ കിടാവ്, ചെറിയ മക്കളൊട്ട് വരേക്കും ശുദ്ധമായ മനസ്സോട് കൂടി പെരുമാറുന്ന ആൾമാരായിട്ടിരിക്കരുത്. ആ നിലക്കുള്ള ആ പദവി, ഉന്നതമായ പദവി, മഹാന്മാരെ പദവി ഉണ്ട്. സുബയായെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് മഹാന്മാരായ ആലിമീങ്ങളെ ചീത്ത പറയല്, ആലിമീങ്ങളെ ഗീബത്ത് പറയല്, ആലിമീങ്ങളെ തെറി പറയല് ഇതായിട്ടിക്കരുത്. ത്വരീഖത്ത് ചെന്നിട്ട് നാണ് ഷെയ്ഖ്, നാണ് കുത്തുബു ചെന്ന് പഠിപ്പാട്ടിയിട്ടുള്ള അങ്ങനത്തെ ആഖിറു സമാന്റെ കാലായിട്ടിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വലിയ ജാഗ്രതയോടുകൂടി യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്താക്കളായി ജീവിച്ചിട്ട് മരിക്കണം. എല്ലാവരും പ്രയത്നാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങൾക്ക് അതൊക്കെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ എല്ലാ പ്രവർത്തനം അവന് പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ദുആർന്നിട്ട് എൻ്റെ ഫലക്കണിപ്പാട്ടിയിട്ടുള്ള ബഹുമാനപ്പെട്ട അലവി സക്കാഫി ഉസ്താദ് അങ്ങ് സമയം വിട്ടുകൊടുത്തിട്ടുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.